കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ നല്ല ദിവസം കർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് കടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പുറത്തു വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോൾ, വള്ളം മുങ്ങുവാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് തലയിണ വെച്ച് കിടന്ന് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നത്? യേശു ക്രിസ്തു ആ വള്ളത്തിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ശിഷ്യന്മാർ ഭയന്ന് വിറച്ചപ്പോൾ യേശുവിന് മാത്രം എങ്ങനെയാണ് ആ സമാധാനം ലഭിച്ചത്? യേശു വെറുമൊരു അത്ഭുത പ്രവർത്തകനായിരുന്നില്ല. വെറും 3.5 വർഷം കൊണ്ട് ലോക ചരിത്രത്തെ രണ്ടായി പകുത്ത ആ ജീവിതത്തിന് പിന്നിൽ കൃത്യമായ ചില ചിട്ടകൾ ഉണ്ടായിരുന്നു, ചില ശീലങ്ങൾ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ ആ 7 ശീലങ്ങളെ കുറിച്ചാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ ഈ ശീലങ്ങൾ നമ്മളെ സഹായിക്കും. ഇതിൽ അവസാനത്തെ ശീലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ഇറക്കി വെക്കുവാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അവസാനം വരെ കൂടെ ഉണ്ടാകുമല്ലോ. ശരി, ഒന്നാമത്തെ ശീലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ശീലത്തെ നമുക്ക് റീചാർജിങ് എന്ന് പേരിട്ട് വിളിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ചാർജ് തീരാറായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ അത് ചാർജറിൽ കുത്തും, അല്ലേ? കാരണം പവർ സോഴ്സുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ അത് ഓഫായി പോകും. യേശുവിന്റെ ജീവിതത്തിലും ഇത് വളരെ നിർബന്ധമായിരുന്നു. ബൈബിൾ പറയുന്നു, അവൻ അതിരാവിലെ എഴുന്നേറ്റ് നിർജ്ജനമായ ഒരിടത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. ലോകം ഉണരുന്നതിന് മുൻപ്, തിരക്കുകൾ തുടങ്ങുന്നതിന് മുൻപ് യേശു തൻ്റെ പിതാവായ ദൈവത്തിൽ നിന്ന് ഊർജം സംഭരിച്ചിരുന്നു. മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, അതാണ് വിജയത്തിന്റെ ആദ്യ രഹസ്യം. ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ആരംഭത്തിൽ തന്നെ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുവാനും നമുക്ക് കഴിയട്ടെ. രണ്ടാമത്തേത് തൻ്റെ ആയുധത്തെക്കുറിച്ചുള്ള അറിവാണ്. ഒരിക്കൽ സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നു. വിശന്നു വലഞ്ഞ യേശുവിനോട് കല്ലുകളെ അപ്പമാക്കുവാൻ പറഞ്ഞു. അവിടെ യേശു തർക്കിക്കുവാനോ അത്ഭുതം കാണിക്കുവാനോ ഒന്നും നിന്നില്ല. പകരം ഒരു വാൾ ഉറയിൽ നിന്നും വലിച്ചൂരി. എന്താണ് ആ വാൾ? തൻ്റെ ഉള്ളിലുള്ള ദൈവവചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രശ്നം വരുമ്പോഴും അതിനെ നേരിടുവാനുള്ള ഉത്തരം വചനത്തിൽ ഉണ്ട് എന്ന് യേശുവിന് അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്. നമ്മുടെ കയ്യിൽ ഉത്തരം ഇല്ലാത്തത് കൊണ്ടല്ല, അത് എവിടെ തിരയണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ദൈവവചനത്തിൽ ആശ്രയിച്ച് ഈ ആയുധം ഉപയോഗിക്കുവാൻ നാം തുടങ്ങിയാൽ, പ്രശ്നങ്ങൾ നമ്മളുടെ മുൻപിൽ വരുമ്പോൾ അതിനെ നേരിടുവാനും അതിനെ പരാജയപ്പെടുത്തുവാനും നമുക്ക് നിസ്സാരമായി സാധിക്കും. ഇനി യേശുവിൻ്റെ മൂന്നാമത്തെ ശീലം, നമുക്കതിനെ നന്ദി നിറഞ്ഞ ഹൃദയം എന്ന് പേരിട്ട് വിളിക്കാം. 5000 പേർ വിശന്നിരിക്കുന്നു. കയ്യിലുള്ളതോ വെറും 5 അപ്പവും 2 മീനും മാത്രം. സാധാരണ ഒരാൾ എന്ത് ചെയ്യും? ഇതൊന്നിനും തികയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടും. പക്ഷേ യേശു ചെയ്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ആ കുറഞ്ഞ അപ്പത്തെ കയ്യിലെടുത്ത് ആകാശത്തേക്ക് നോക്കി നന്ദി പറഞ്ഞു. ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ ഉള്ളതിനെ ഓർത്ത് നന്ദി പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. ആ കുറവ് വർധനവായി മാറി. ജീവിതത്തിൽ പരാതികൾക്ക് പകരം നന്ദി പറയുവാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നത് അവസാനിപ്പിച്ച് ദൈവം തന്നിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറയുവാൻ തുടങ്ങിയാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മെ തേടി വരുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നാലാമത്തെ ശീലം ഭാരങ്ങൾ ഇറക്കി വെക്കലാണ്. ഉള്ളിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്നത് വലിയൊരു കല്ല് ചുമലിൽ വെച്ച് മല കയറുന്നത് പോലെയാണ്. അത് നിങ്ങളെ തളർത്തും.
യേശു കുരിശിൽ കിടക്കുമ്പോഴും വേദനിപ്പിച്ചവരെ നോക്കി പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശു ക്ഷമിച്ചത് അവർക്കു വേണ്ടിയായിരുന്നില്ല, മറിച്ച് സ്നേഹം എന്ന ലക്ഷ്യത്തിൽ നിന്ന് തന്റെ മനസ്സ് വ്യതിചലിക്കാതിരിക്കാനാണ്. ക്ഷമിക്കുന്നവനെ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകൂ. നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ പകയും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളോടൊരാൾ തെറ്റ് ചെയ്താൽ അതിന്റെ കാരണക്കാരൻ നാം അല്ലല്ലോ, പിന്നെ എന്തിനാണ് ആ ഭാരങ്ങൾ നാം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത്? 5-ാമത്തെ ശീലം നേടുന്നതിനേക്കാളും നൽകുന്നതിലുള്ള സന്തോഷമാണ്. ലോകം മുഴുവൻ കിരീടത്തിനു വേണ്ടി മത്സരിക്കുമ്പോൾ യേശു അവിടെ നിന്നെടുത്തത് ഒരു തോർത്തു മാത്രമായിരുന്നു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ടവൻ പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകൻ ആകണം. നേടുക എന്നതല്ല, നൽകുക എന്നതാണ് സന്തോഷത്തിന്റെ താക്കോൽ എന്ന് യേശു പഠിപ്പിച്ചു. മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ, സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ എവിടെയും കിട്ടില്ല. 6-ാമത്തെ ശീലം അനുകമ്പയാണ്. വഴിയരികിൽ ഇരുന്ന അന്ധനെ കണ്ടപ്പോൾ മറ്റുള്ളവർക്കതൊരു ശല്യമായിരുന്നു. പക്ഷേ യേശുവിന് അവനോട് മനസ്സലിഞ്ഞു. തിരക്കുകൾക്കിടയിലും മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ യേശുവിന് കഴിഞ്ഞിരുന്നു. ഒരു യന്ത്രത്തെ പോലെ ജീവിക്കാതെ ചുറ്റുമുള്ളവരുടെ വേദനകളെ കാണുവാൻ, ഒന്ന് പുഞ്ചിരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാകൂ. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട 7-ാമത്തെ ശീലം, കീഴടങ്ങൽ. ഗത്സമന തോട്ടത്തിൽ മരണം മുൻപിൽ കണ്ടപ്പോൾ യേശു പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നാം പൈലറ്റിനെ വിശ്വസിക്കുന്നത് പോലെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണിത്. എനിക്ക് ഒന്നും അറിയില്ല, ദൈവമേ നീ തന്നെ വഴി നടത്തണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പറഞ്ഞു നോക്കൂ. ആ നിമിഷം നിങ്ങളുടെ തലയിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഈ ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിലൊന്നെങ്കിലും, അതെ, ഒരൊറ്റ കാര്യമെങ്കിലും പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും, ഉറപ്പ്. ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം പകർന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വചനഭാഗം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു.